വിജയക്കുതിപ്പ് തുടരാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്നിറങ്ങുകയാണ്. രാത്രി 7:30 ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. ഇത് ഞങ്ങളുടെ RCB അല്ല. ഞങ്ങളുടെ RCB ഇങ്ങനെയല്ല. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ആരാധകരിൽ പലരും ഇങ്ങനെ പറയുന്നുണ്ടാകും. ഉദ്ഘാടന മത്സരത്തിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ പിടിച്ചുകെട്ടി 7 വിക്കറ്റ് ജയം. 17 വർഷത്തിന് ശേഷം ചെന്നൈയെ അവരുടെ മടയിൽ മുട്ടുകുത്തിച്ചു. IPL 18ാം സീസണിൽ സ്വപ്നതുല്യ തുടക്കമാണ് ബംഗളൂരുകാർക്ക്. വെടിക്കെട്ട് തുടക്കം നൽകുന്ന ഫിൽ സാൾട്ട്, സെൻസിബിൾ ഇന്നിംഗ്സുമായി വിരാട് കോഹ്ലി, മധ്യനിരയുടെ കരുത്തായി ക്യാപ്റ്റൻ രജത് പാട്ടീദാർ, സൂപ്പർ ഫിനിഷർമാരായി ലിയാം ലിവിങ്സ്റ്റണും ടിം ഡേവിഡും. പിന്നെ എടുത്തു പറയേണ്ടത് ബൗളർമാരുടെ പ്രകടനം. 2 കളിയിൽ 5 വിക്കറ്റുമായി ജോഷ് ഹേസൽവുഡ് ടീമിന് നൽകുന്ന മുൻതൂക്കം ചെറുതല്ല. യാഷ് ദയാലും ഭുവനേശ്വർ കുമാറും കൃണാൽ പാണ്ഡ്യയും കട്ടയ്ക്ക് കൂട്ടിനുണ്ട്. ഇനി ഹോം ഗ്രൗണ്ടിലെ കാലക്കേട് കൂടി മാറ്റിയെടുത്താൽ കന്നിക്കപ്പിൽ പ്രതീക്ഷ വയ്ക്കാം RCBക്ക്. IPLൽ തന്നെ ഏറ്റവും മോശം ഹോം റെക്കോർഡുള്ള ടീമുകളിലൊന്നാണ് RCB. M ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ 100 മത്സരങ്ങളിൽ 46ലും തോൽവി. ഇത്തവണ ഇതിനും മാറ്റമുണ്ടാകുമെന്നാണ് RCB ആരാധകരുടെ പ്രതീക്ഷ. 2ാം ജയത്തിൽ കണ്ണുവച്ചാണ് മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസിന്റെ വരവ്. പഞ്ചാബിനോട് തോറ്റു തുടങ്ങിയ ഗുജറാത്ത് 2ാം കളിയിൽ മുംബൈയെ തോൽപ്പിച്ചിരുന്നു. ടോപ്പ് ഓർഡർ കഴിഞ്ഞാൽ ബാറ്റിംഗ് നിരയുടെ കഥ കഴിഞ്ഞെന്ന കഴിഞ്ഞ 2 കളികളിലെ പ്രശ്നം ഉടൻ മാറ്റിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും. ഗ്ലെൻ ഫിലിപ്സിനെ പോലൊരാൾ ഫിനിഷർ റോളിലേക്ക് എത്തേണ്ടത് അനിവാര്യമാകുന്നു. കഗീസോ റബാഡ, റാഷിദ് ഖാൻ, മുഹമ്മദ് സിറാജ് എന്നീ ബൗളർമാരും പെരുമയ്ക്കത്ത പ്രകടനം പുറത്തെടുത്തേ തീരൂ. പ്രത്യേകിച്ച് പന്തേറുകാരുടെ ശവപ്പറമ്പായ ചിന്നസ്വാമിയിൽ. സ്പോർട്സ് ഡെസ്ക് 24.